അപ്പോൾ നമ്മൾ ചെറിയ ട്രിപ്പ് പോണേ. അതെ ഞാനും ടീന റെഡി ആയിട്ടുണ്ട്. പിള്ളേര് ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി വന്നിരിക്കണേ. രാവിലെ 2 മണിയായേ. എങ്ങോട്ടാക്കാന്നുള്ള വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, ഗൈസ്. അപ്പോൾ നമ്മൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ഓടി വട്ടവട എത്തി. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട ഒരു 15 വർഷത്തിന് ശേഷമുള്ള യാത്ര. ഞാനും ടീനയും മാത്രം. കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു റൈഡ് ഞങ്ങൾ പോകണമെന്ന് വെച്ചിട്ട് ഇതുവരെ നടന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങളും ഇതൊക്കെ ആയത് കാരണം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേരും വീട്ടിലെല്ലാവരും ഞങ്ങൾക്ക് അനുവാദം നിന്ന് പോയിട്ടും അങ്ങനെ പൊയ്ക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകുന്ന. അപ്പോൾ ഓടി മൂന്നാറെത്തി. മൂന്നാറ് നേരെ വട്ടവട പോയിക്കൊണ്ടിരിക്കണതാണ്. വട്ടവട റോഡ് കയറി കുറച്ചെങ്കിലും പോന്നിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എൻ്റെ പിന്നെ തണുപ്പെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ജാക്കറ്റൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇല്ല ജാക്കറ്റ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. നല്ല തണുപ്പുണ്ട്. ശീലയൊക്കെ വെറുതെ തണുത്ത് വെറുതെ മരവിച്ചിരിക്കണേ. ഓക്കെ കേട്ടാ, അടിപൊളി. ബാക്കി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വട്ടവട എത്തി. വട്ടവട ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് നീങ്ങി. ടീന റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. നൈസായിട്ടൊരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളെന്നൊക്കെ ഒന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ആരോടെങ്കിൽ ചോദിച്ചിട്ട് വേണം അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാനായിട്ട്. ഗൈസ്, വൈൻ വേണ്ട. വൈനും കൊണ്ടുപോയാലും ഞങ്ങൾ മാത്രമേ കഴിക്കൂ, ആരും കഴിക്കൂല. ഗൈസ്, അപ്പോൾ നമ്മൾ വട്ടവട കൃഷിയുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. മറ്റേ സ്ട്രോബെറി തോട്ടത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സീസൺ കഴിയാറായി. ഈ ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്കും ഈ മാസം അടുത്ത മാസത്തോടു കൂടിയൊക്കെ സ്ട്രോബെറിയുടെ സീസണൊക്കെ കഴിയും. മഴ തുടങ്ങുമ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ ആവും. ഈ കാണുന്ന കംപ്ലീറ്റ് സ്ട്രോബെറിയുടെ തോട്ടമാണ് അതിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വന്ന് ജാമ് വാങ്ങിച്ച് ഇവിടെ ഇതിൻ്റെ സോസ് ജാമുണ്ട്, പിന്നെ വൈനുണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്. അങ്ങനെ എന്ത് സാധനം വേണം നമുക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാം. ലൈവായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പറിച്ച് കഴിക്കാം. ലൈവായിട്ട് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. നോക്കി എന്താ ഒരു ഭംഗി നോക്കി ഇവിടുത്തെ കണ്ട. കാണാനൊക്കെ സൂര്യകാന്തിയാണ്ട. വീടല്ല അവരുടെ വർക്ക് ചെയ്യണ ഇതാണ്. മണ്ണുകൊണ്ട് ചെയ്തേക്കണേണ്. എന്ത് കൂളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ആ ഒരു ഇതില്ലേ, ആ ഒരു ഇത് അതിൻ്റെ അകത്ത് നിന്ന് വൈനും ജാമും എടുത്തിട്ട് കയ്യിൽ ശരിക്കും ഐസ് കട്ടയൊക്കെ എടുത്ത് നോക്കില്ല. ആ ഒരു അതേപോലത്തെ കൂളിങ്ങാണ്. അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ചെയ്ത് വെച്ചാണ്. ഓക്കെ കണ്ട. എന്താ പേരെന്താണ്? കണ്ണൻ. ആ, ഈ കാണുന്ന എല്ലാം തോട്ടങ്ങളുണ്ട് അപ്പുറത്ത് ഓരോ ആൾക്കാരുടെ ഇതാണ് തോട്ടം. ഇപ്പം എല്ലായിടത്തും സ്ട്രോബെറിയാണ്. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ ആയത് കാരണം അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറേ ക്യാബേജ് കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അതൊക്കെ ഒന്നും വിളവെടുക്കാനായിട്ടില്ലെന്ന് തോന്നുന്നത്. ഇതൊക്കെയാണ് ക്യാബേജിൻ്റെ തോട്ടമാണ്. ക്യാബേജ് വെച്ചിട്ടേ ഉള്ളൂ, വിളവെടുക്കാനായിട്ടായിട്ടില്ല. കണ്ട വെച്ചോണ്ടേക്കണേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വട്ടവടയിലത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. ഈ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ജാമും കൂടെ സെറ്റ് ചെയ്യണേ. വഴി വരത്തി എന്നുള്ള ഫുഡ് അടിയാണ്. നോക്കിയേ കണ്ട റോഡ് സൈഡ്
ഓ പൊളി 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 മൂട് കണ്ട ഈ ഒരു ഫീലിംഗ് ഒക്കെ ഇതേപോലെയൊക്കെ കിട്ടുള്ളൂ. കണ്ട അടിപൊളി. വാ